ഫ്രണ്ട്സ്, ANB സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ്ങുമായിട്ടല്ല, വേറൊരു പാചകത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഒരു നെയ്ച്ചോറും ബീഫ് കറിയാണ്. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റേതായിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് നിങ്ങളെ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എല്ലാവരും വീഡിയോയിലേക്ക് വാങ്ങി. റൈസ് വറക്കാനായിട്ട് കുറച്ച് നെയ്യ്, ഒപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ. ഇത് 1 കിലോ കുതിർന്ന അരിയാണ്. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. പട്ട, ഗ്രാമ്പു, ഹക്കോലം, ഏലക്ക, കുരുമുളക് ഇത്രയും കൂടെ വെള്ളത്തിലേക്ക് ഇടുന്നു. അതായത് 1 കിലോ അരിക്ക് വേണ്ടുന്ന വെള്ളം ഗ്ലാസ്സിന് അളന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു വെള്ളത്തിൽ. വേലിഫിടാൻ മറന്നുപോയി രണ്ടിരുന്ന്. വെള്ളം നല്ലതായിട്ട് വെട്ടി തിളയ്ക്കട്ടെ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലെ റൈസ് ഇടുന്നു. ഇപ്പോൾ നമ്മുടെ റൈസ് എല്ലാം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചു. അപ്പോൾ കൂട്ടുകാർ, നമുക്ക് ഇച്ചിരി ബീഫ് കറി വെക്കാം. 3 കിലോ ബീഫുണ്ട്. ഇത് നമ്മുടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് കുക്കറിലാക്കിയിട്ടുണ്ട്. നമുക്കിത് വാരി കുക്കറിലേക്ക് ഇടാം. ബീഫിനകത്തിലേക്ക് 1 സ്പൂൺ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. നമ്മൾ പിന്നെ ആവശ്യത്തിന് ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്. നമ്മളിപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നീട് കറിയൊക്കെ ഉള്ളിയൊക്കെ വറ്റിയതിന് ശേഷം ഇടും. അപ്പോൾ നമ്മൾ ബീഫിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുക്കറി ഗ്യാസിലോട്ട് വെക്കുന്നു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറി വെച്ച് 3 വിസിലടിപ്പിക്കാം. അതുകൊണ്ട് ബീഫെല്ലാം റെഡിയാക്കി പുരട്ടി കുക്കറി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടയ്ക്കുന്നു. സ്റ്റൗ കത്തിച്ച് ഒരു 3 വിസിൽ വരട്ടെ. ഓർക്കുക, ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുന്നു. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കോലം, ഏലക്ക, ഗ്രാമ്പു, പട്ട, പെരിഞ്ജീരകം, അതിലേക്ക് ഇഞ്ചി ഇടുന്നു. ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക് കൂടെ നമ്മൾ ഇടുന്നു. ഒരു 8 സവാളയുള്ളി ഉണ്ട്. കുറച്ച് ഞാനിങ്ങനെ മാറ്റുക. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിയതാണ്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇടുന്നു. തീ ഓഫ് ചെയ്യാം. കുറച്ച് കരിവേപ്പില, അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇറച്ചി നമ്മൾ 2-3 വിസിലടിച്ച് ഈ പരുവായിട്ടുണ്ട്. ശരിക്കും വെന്തിട്ടില്ല. കുറച്ചുകൂടെ ബിരിയാണിക്ക് കുറച്ചുകൂടെ വേവണം. ഇത് മസാല ഇട്ട് 1 വിസിലൂടെ അടിക്കുക. ഞാൻ അതോടെ ഇറച്ചിക്കകത്തോട്ടിടുന്നു. ഇത് മിക്സാക്കാം, നന്നായിട്ട് മിക്സാക്കട്ടെ. ബീഫ് ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കായപ്പൊടി കൂടി ഇതിനകത്ത് ചേർക്കുന്നു. കുരുമുളക് പൊടി, ഇതൊക്കെ ലാസ്റ്റാണ് ഞാൻ ഇടുന്നത്. മസാലകളെല്ലാം ചേർത്ത് തക്കാളിയെല്ലാം വഴറ്റി എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 വിസിൽ അടിച്ചിട്ട് കാണാം. ആ സമയം കൊണ്ട് വറുക്കാനുള്ള വറുത്ത് വെക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കിസ്മസ് ഇടുന്നു. അപ്പോൾ നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് സവാള ഉള്ളിയും കൂടെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ്, കിസ്മസ്, സവാള ഉള്ളി
ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സാക്കാം. അപ്പോൾ ഇവിടെ നെയ്ച്ചോറ് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.